ഇന്ന് നമ്മൾ ഉത്തരം എന്നൊരു മൂവിയുടെ റിവ്യൂ ആണ് നോക്കുന്നത്. തുടങ്ങുന്നത് ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. ആ വീട്ടിൽ ആ ചേട്ടത്തി എന്തോ കറിക്ക് അരയ്ക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം എന്തിനെങ്കിലും കൂടെ അരയ്ക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഒരു വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട അവിടുത്തെ ജോലിക്കാരൻ മേലത്തെ റൂമിലേക്ക് ചെല്ലുകയാണ്. മേലത്തെ റൂമിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളെ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട്. ഇതിലെ നായിക മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയാണ് ഈ സിനിമയിൽ കാണുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അയാൾക്കൊരു ഫോൺ വരുന്നു. ഫോൺ കോൾ എടുത്തിട്ട് നമ്മുടെ കഥയിലെ മരിച്ച നായികയുടെ ഭർത്താവായ മാത്തുക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മാത്തുക്കുട്ടീനെ എഴുന്നേൽപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പറയുന്നു. എന്ത് കേൾക്കുന്നില്ല. പിന്നെ മദ്യക്കുപ്പി എല്ലാം അടുക്കി പെറുക്കി വെക്കുമ്പോൾ മാത്തുക്കുട്ടി പറയുന്നുണ്ട് അത് എടുക്കണ്ട എന്ന്. ഇതിനിടയ്ക്ക് മാത്തുക്കുട്ടിയുടെ കൂട്ടുകാരൻ ബാലു ആ വീട്ടിലേക്ക് വരികയാണ്. ബാലുവിനോട് ആ ജോലിക്കാരൻ പറയുന്നുണ്ട് മാത്തുക്കുട്ടി ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ഉണ്ടുന്നില്ല, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ബാലു നേരെ മാത്തുക്കുട്ടിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. മാത്തുക്കുട്ടീനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. നീ വല്ലതും കഴിക്കണം. പിന്നെ നമ്മുടെ നായികയായ ലീനയുടെ മരണത്തെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മാത്തുക്കുട്ടീനെയും കൂടെ കൂട്ടി താഴേക്ക് വന്നിട്ട് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ ഭക്ഷണം മാത്തുക്കുട്ടിക്ക് കഴിക്കാനാവുന്നില്ല. നമ്മുടെ ലീനയോടുള്ള കൂടെയുള്ള ഓർമ്മയാണ് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബാലു മാത്തുക്കുട്ടിയോട് ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ലീന ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താണ് കാരണം? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വല്ല അടിപിടി ഉണ്ടോ? എന്തെങ്കിലും പറയും. ഇനി കുട്ടികളില്ലാത്തതിൻ്റെ പ്രശ്നമാണോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ താനുമായിട്ട് ഒരു പ്രശ്നമില്ലെന്നും ഞങ്ങൾ തമ്മിൽ വളരെയധികം നല്ല രീതിയിലാണ് യോജിച്ചു പോയതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലുവിന് ലാസ്റ്റായിട്ട് ലീന അയച്ച കത്തിലെ കാര്യങ്ങൾ ബാലു ഓർത്തെടുക്കുന്നുണ്ട്. ലീന എഴുതിയതിനകത്തും തൻ്റെ അവസാനത്തെ കവിതാ സമാഹാരത്തെക്കുറിച്ചൊക്കെ ബാലുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം മാത്തുക്കുട്ടി ബാലുവിനോടും തുറന്നു പറയുന്നുണ്ട്. അതിലൊന്നും അവൾ അസ്വസ്ഥതയായിരുന്നതായി കണ്ടിട്ടില്ലെന്നും പിന്നെ എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. നമുക്കതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണമെന്നും എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, ഞാൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ നമ്മുടെ ബാലു മാത്തുക്കുട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാത്തുക്കുട്ടിയുടെയും ലീനയുടെയും പഴയ കാലത്തെ കല്യാണം കഴിഞ്ഞ നിമിഷമാണ്. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും വണ്ടിയിൽ കയറുന്നതും ബാലു അവരെ കളിയാക്കുന്നതെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്തുക്കുട്ടി നേരെ പോയത് അവളുടെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ്, നമ്മുടെ ലീനയുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക്. എന്നിട്ട് ലീനയുടെ ആൻറ്റിയോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ മാത്തുക്കുട്ടി ആദ്യമായി അവളെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്തുക്കുട്ടി ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ വിവാഹകാര്യം നേരെ ചെന്ന് വീട്ടിൽ അവതരിപ്പിച്ചത് നമ്മുടെ ബാലുവാണ് മാത്തുക്കുട്ടിക്ക് വേണ്ടി. പിന്നീട് നമ്മൾ ആൻറ്റിയോട് മാത്തുക്കുട്ടി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ബാലു ഓരോന്ന് ചോദിക്കുന്നുണ്ട് ലീനയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ. ലീനയുടെ പണങ്ങളെല്ലാം ഈ ആൻറ്റി മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ മോഷ്ടിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം ആങ്ങളയുടെ മകളല്ല ലീന എന്ന് പറയുന്നുണ്ട്. 16-ാം വയസ്സിലാണ് എൻ്റെ കയ്യിലേക്ക് അവളെ എത്തിച്ചത്, 5-ാം വയസ്സിലല്ല എന്നും പറയുന്നുണ്ട്. ഒരച്ഛനാണ് തൻ്റെ കയ്യിലേക്ക് അവളെ കൊണ്ടെത്തി എത്തിച്ചതെന്നും അന്യച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തതെന്നെല്ലാം നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ബാലുവിനോട് ആൻറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നേരെ നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രം ചെല്ലുന്നത് ആ അച്ഛൻ്റെ വസതിയിലേക്കാണ്. പക്ഷെ അച്ഛൻ അവിടെ ഇല്ല. പകരം അച്ഛൻ്റെ നേതൃത്വത്തെ ഒരു കൂടെയുള്ള ഒരാൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛനൊരു മകളുണ്ടായിരുന്നെന്നും അവൾക്ക് ക്ഷയമായതുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറിപ്പോയതും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടുകാരി ഉണ്ടെന്നും ആ കൂട്ടുകാരുടെ മോളുടെ ഒന്നിച്ചാണ് അവർ പഠിച്ചതെന്നെല്ലാം. പിന്നീട് കൂട്ടുകാരിനെ തേടി പോവുകയാണ്. കൂട്ടുകാരുടെ പേര് ശ്യാമള എന്നാണ്. ശ്യാമള എന്ന കഥാപാത്രം പാർവതിയാണ് ചെയ്യുന്നത്. കൂട്ടുകാരിയോട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ ഒരുപാട് വർത്തമാനത്തിന് ശേഷമാണ് ലീനയുടെ ഫ്രണ്ടാണെന്നും ലീന ഇങ്ങനെ മരണപ്പെട്ടു അല്ലെങ്കിൽ ലീന ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ കൂട്ടുകാരിയോട് പറയുകയാണ്. അതായത് എന്തിനാണ് ലീന സൂയിസൈഡ് ചെയ്തതെന്നുള്ളതിന് കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടി എന്ന കഥാപാത്രം നടക്കുന്നത്. ഇത് കേട്ട് ശ്യാമള എന്ന കഥാപാത്രം വളരെ ഷോക്കായിരിക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതും ഒരുമിച്ച് നടന്നതും ഒരുമിച്ച് അവിടെ സ്കൂൾ കാലഘട്ടങ്ങളെല്ലാം ശ്യാമള ഓർക്കുകയാണ്. അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ബാലുവിനോട് അവൾ പറയുന്നതുമുണ്ട്. അവൾ വളരെയധികം ഇതായിരുന്നെന്നും അവൾക്ക് ടീച്ചറാവാനായിരുന്നു ആഗ്രഹമെന്നും എല്ലാം പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ നീന എഴുതിയ ഒരു നോവൽ മമ്മൂട്ടി, അതായത് ബാലു ശ്യാമള ടീച്ചർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനിയും കാണാമെന്ന് പറയുന്നുണ്ട്.
പിന്നീട് നേരെ ചെല്ലുന്ന ഇവർ പഠിച്ച സ്കൂളിലേക്കാണ്. സ്കൂളിൽ ചെല്ലുന്നു. തൻ്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ബാലു അവിടെ ചെല്ലുന്നത്. പിന്നെ പറഞ്ഞു സ്കൂളിനെക്കുറിച്ച് ഇങ്ങനെ ഒരു മോശം കേൾക്കുന്നുണ്ടെന്നോ, പണ്ടൊരു കുട്ടി ക്ഷയം വന്ന് ഇവിടുന്ന് പോയി അങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് സ്കൂളിലെ മാനേജറുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഓരോന്ന് ചോദിച്ച് ലാസ്റ്റ് മാനേജർ പറയുന്നുണ്ട് അങ്ങനെ ക്ഷയം വന്നിട്ട് ഈ സ്കൂളിൽ നിന്ന് ആരും പോയിട്ടില്ല, പിന്നെ അങ്ങനെ ഒരു കാര്യമേ സ്കൂൾ റെക്കോർഡിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ കഥ, അതായത് മരിച്ചുപോയ ലാൻസിയുടെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ കുട്ടി ഇവിടെ നിന്ന് പോയത് ക്ഷയം എന്ന രോഗം ബാധിച്ചിട്ടല്ല, 3 മാസം ഗർഭിണിയായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം വളരെയധികം ഷോക്കായിരിക്കുകയാണ്. പിന്നീട് ആ പഴയ കാര്യങ്ങൾ പറയുകയാണ്. അച്ഛനെ കോളേജിലെ അധികൃതർ അതായത് കുട്ടിയുടെ അച്ഛനെ വിളിപ്പിക്കുന്നതും അച്ഛനോട് കാര്യങ്ങൾ പറയുന്നതും അച്ഛൻ അവരുടെ മുമ്പിൽ നിന്ന് അവളെ തല്ലുന്നതെല്ലാമാണ് പിന്നെ നമ്മളെ കാണിക്കുന്നത്. അപ്പോഴും ആ കുട്ടി പറയുന്നുണ്ട് ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഇവരെല്ലാം കള്ളം പറയുന്നതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മമ്മൂട്ടിയുടെ കഥാപാത്രമായ ബാലു നേരെ ചെല്ലുന്നത് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, അതായത് ലീനയെ ചികിത്സിച്ച ഹോസ്പിറ്റലിലെ ആൾക്കാരെ ഓരോരുത്തരെ തേടിപ്പിടിക്കാനാണ്. അങ്ങനെ ഏത് ആശുപത്രി എന്നറിയുന്നു. അവിടുത്തെ ഡോക്ടറിനെ ചെന്ന് കാണുന്നു. തൻ്റെ ഭാര്യയ്ക്ക് ഡെലിവറിക്ക് റൂം വേണമെന്നും പറഞ്ഞിട്ടാണ് ചെന്ന് കാണുന്നത്. അങ്ങനെ റൂം നോക്കാൻ പോകുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ആയിട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം വളരെയധികം അടുപ്പം കാണിക്കുന്നു. അങ്ങനെ ഓരോന്നും അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറെടുക്കുന്നു. അങ്ങനെ വൈകുന്നേരം നമുക്ക് കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലു എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ കൂടലിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം, അതായത് ആശുപത്രിയിലെ അറ്റൻഡർ, ആ കഥ പറയുന്നുണ്ട്. അതായത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു 9-ലോ 10-ലോ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ പ്രസവിച്ചു. ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അവിടെ അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതും പിന്നെ ആ കുട്ടി അവിടെ പ്രസവിച്ചതും എല്ലാം പറയുന്നുണ്ട്. അപ്പോഴും ആ കുട്ടി പറയുന്നുണ്ട് പോലും ഇവർ വെറുതെ പറയുന്നതാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, ഇവരെല്ലാം കള്ളം പറയുന്നതാണ്, ഞാൻ ഗർഭിണിയല്ല, അങ്ങനെയെല്ലാം പറയുന്നതും എല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി അവിടെ പ്രസവിച്ചെന്നും അങ്ങനെ എല്ലാ കഥകളും നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് ഇന്നസെൻറ്റ് പറയുകയാണ്. അങ്ങനെ കുറേ ദിവസത്തെ ഇതിന് ശേഷം ആ കുട്ടി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് നേഴ്സ് കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛനെ കാണിക്കുന്നുണ്ട്, കുട്ടിയെ നോക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ലീന ആ കുട്ടിയോട് വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറിയത്. കുട്ടിയെ കുളിപ്പിക്കുന്നതും എല്ലാം അവൾ വളരെയധികം നോക്കുന്നുണ്ട്. അങ്ങനെ ആശുപത്രിവാസം അവസാനിക്കാറായപ്പോൾ കുട്ടിയെയും കൊണ്ട് അവൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഓരോന്ന് അവൾ അറിയാത്ത രീതിയിൽ പറയുന്നുണ്ട്. കുട്ടി കരഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയി മാമോദിസ അതെല്ലാം ചെയ്യുന്നുണ്ട്. മാമോദിസ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് അവൾ യോഹന്നാൻ എന്ന് പേര്. പിന്നീട് ആ കുട്ടിയെ 2 പേര് വന്നിട്ട് ഏറ്റുവാങ്ങുകയാണ്. അവൾ വിചാരിക്കുന്നത് ആ കുട്ടീനെയും കൊണ്ട് വേറെ വണ്ടിയിൽ വരാനാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവളെയും കൂട്ടി ഇവളുടെ അച്ഛൻ ഇവളുടെ വീട്ടിലോട്ടും കുട്ടീനെ വേറെ ആക്കും കൊടുക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ അവളെ നിർബന്ധിച്ച് വണ്ടിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് നാൾ ചികിത്സയിലായിരുന്നു. അങ്ങനെ ഇതെല്ലാം മമ്മൂട്ടി കേട്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മമ്മൂട്ടി നേരെ കുട്ടിയെ അന്വേഷിച്ച് ചെല്ലുകയാണ്. കുട്ടിയെ ചേർത്തെടുത്ത് അവരോട് ദേഷ്യപ്പെട്ട് അവരോട് കുറേ കർക്കശിച്ച് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്ന ആളാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും. അവരാദ്യം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് തൻ്റെ ബുക്കിൽ നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട് ആ കുട്ടി ഇവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ റെഡ് വര വീണതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ മമ്മൂട്ടിയുടെ കഥാപാത്രവും പാർവതിയുടെ കഥാപാത്രവും, അതായത് ബാലുവും ശ്യാമളയും കൂടെ തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതാണ് കാണുന്നത്. ഇഷ്ടം തുറന്നു പറയുന്നത് വെച്ചാൽ അവർക്കുള്ളിലൊരു ഇഷ്ടം, പിന്നീട് അവർ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് നടന്ന് നീങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ലീനയുടെ കേസിനെക്കുറിച്ചും ലീനയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഇവിടെ മമ്മൂട്ടിയുടെ കഥാപാത്രം ശ്യാമള ടീച്ചറിനോട് പറയുന്നുണ്ട്. ശ്യാമള ഇപ്പം ഒരു കോളേജിലെ ടീച്ചറാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ലീനയെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ലീനയും താനും പണ്ട് ഒരിടത്ത് ഒരു കാട്ടിലെ ഒരു ഇതിൽ പോയതും അവിടെ വെച്ച് മയക്കുമരുന്ന് യൂസ് ചെയ്തതും അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. മയക്കുമരുന്ന് യൂസ് ചെയ്ത് അവർക്ക് ബോധം പോയെന്നും കുറേ നേരം കഴിഞ്ഞിട്ട് മെല്ലെ നടന്ന് പോയി കാട്ടിൽ വീണെന്നും പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബോധം വന്നത്. ബോധം വന്നപ്പം 2 പേരും കൂടെ എഴുന്നേറ്റ് മെല്ലെ നടന്ന് കോളേജിലേക്ക് പോയി എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ മമ്മൂട്ടിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ വരികയാണ്. മമ്മൂട്ടി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. അന്നേരം മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി,
എന്തുകൊണ്ടാണ് ലീന എന്ന കഥാപാത്രം ഇരുട്ടിനെ ഇത്ര തൻ്റെ കവിതകളെല്ലാം ഇരുട്ടിനെക്കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും അന്ന് നടന്നു പോയ സമയത്ത്, നിങ്ങൾ മയക്കുമരുന്ന് യൂസ് ചെയ്ത് നടന്നു പോയ സമയത്ത് വീഴുകയും അങ്ങനെ വീണതിന് ശേഷം പുറകെ വന്ന 2 ആൾക്കാർ അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഉപയോഗിച്ച സമയത്ത് അങ്ങനെ അറിയാതെയാണ് ഇവൾ ഗർഭിണിയായത്. അതാണ് ലീനയ്ക്ക് അതിനെക്കുറിച്ചൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലാത്തത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയതെന്നെല്ലാം മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പാർവതിയുടെ ശ്യാമള എന്ന കഥാപാത്രം വളരെയധികം ഞെട്ടുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. പിന്നീട് ബാലു എന്ന കഥാപാത്രം ശ്യാമളയും കൂടെ ലീനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ലീനയുടെ കല്യാണ ഫോട്ടോയും അല്ലെങ്കിൽ ലീനയുടെ സാധാരണ ഫോട്ടോയും എല്ലാം കണ്ട് ശ്യാമളയുടെ കഥാപാത്രം ഒരുപാട് കരയുന്നുണ്ട്. ഇതിനിടയിൽ ലീനയുടെ കേസ് എന്തായെന്നെല്ലാം അദ്ദേഹം നമ്മുടെ സെർവൻറ്റ് ചോദിക്കുന്നുണ്ട്. പിന്നീട് ലീനേനെ അടക്കം ചെയ്ത് പള്ളിയിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ബാലു അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ ചെന്ന് കല്ലറയിലും കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് കാറിൻ്റെ ടയർ അടിക്കുന്ന ഒരു പയ്യനെയാണ് അവിടെ കാണുന്നത്. അവനോട് ദേഷ്യപ്പെട്ട് ഓരോന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കാണിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താണ് നിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പേര് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് യോഹന്നാൻ എന്നാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് മമ്മൂട്ടി ഇങ്ങനെ ആലോചിക്കും, തന്നെ അന്ന് ആ സെർവൻറ്റ് പറഞ്ഞായിരുന്നു അന്ന് ആ വീട്ടിൽ ഒരു പാത്രങ്ങൾ മോഷ്ടിച്ചിട്ടൊരു പയ്യൻ വന്നെന്ന്. അങ്ങനെ ആ പയ്യനെ ആ ലീന ഒരുപാട് വഴക്ക് പറഞ്ഞെന്നും ഇനി മോഷ്ടിക്കരുതെന്നും നീ ചോദിച്ചാൽ തരില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്ന ആ സീനാണ്. അങ്ങനെ ആ വന്ന പയ്യനോട് ലീന ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേരെന്താന്ന്. അപ്പോൾ പറയുന്നുണ്ട് യോഹന്നാൻ എന്നാണ്. ആ പേര് കേട്ടതിന് ശേഷമാണ് ലീന പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. അതിനർത്ഥം ലീനയുടെ മകനായിരുന്നു ആ യോഹന്നാൻ എന്ന് പറഞ്ഞത്. ഇത് കേട്ട് പാർവതിയുടെ കഥാപാത്രം ഞെട്ടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാത്തുക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. കല്ലറയിൽ പൂ വെക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, ഈ എന്തെങ്കിലും കേസിനെക്കുറിച്ച് അറിഞ്ഞോ, എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ഒന്നും അറിയത്തില്ല. അപ്പം ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും അവൻ പറയുന്നില്ല, ഒന്നും അറിയത്തില്ല, അവൾ എന്തോ തോന്നി ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മമ്മൂട്ടിയുടെ കഥാപാത്രം ലീനയുടെ കുട്ടിയെ